അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, പ്രഭാഷണം നിങ്ങൾ കേൾക്കണം ഇൻഷാ അല്ലാഹ്. മണിക്കൂറുകളാണ് ഗൾഫിലേക്ക് ഭർത്താവിനെ വിളിക്കുന്നത്. കുട്ടി രാവിലെ പള്ളിക്കൂടത്തിൽ പോയി, പിന്നീട് ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ഫോണിംഗ് ആണ്. കുട്ടി ഉച്ചക്ക് പള്ളിക്കൂടത്തിൽ നിന്ന് വന്നു, പിന്നെയും ഒരു ഹാഫ് ആൻ അവർ ഫോണിംഗ് ആണ്. ഇവിടെ എന്റെ പ്രവാസികളുടെ ഭാര്യമാരോട് ചിലത് പറയാനുണ്ട്, ശബ്ദം കേൾക്കുന്ന പ്രവാസികളോടും ചിലത് പറയാനുണ്ട്. എന്തെന്നല്ലേ, നിങ്ങളേറെ നേരം ഫോൺ ചെയ്യുമ്പോൾ ഭാര്യാഭർത്താക്കന്മാരാണ്, സ്വകാര്യ മുറിയിലാണ്, അല്ലെങ്കിൽ സ്വകാര്യമായി വർത്തമാനം പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ നിങ്ങൾ ശാരീരിക താല്പര്യങ്ങൾ ജനിപ്പിക്കുന്ന ഫോൺ മണിക്കൂറുകൾ ചെയ്തിട്ട് വെക്കുമ്പോഴേക്ക് നിന്റെ ഭാര്യതാ നിന്നെ അടുത്ത് കിട്ടാൻ ആശിച്ചു പോയി, നിന്റെ ഭർത്താവതാ നിന്നെ അടുത്ത് കിട്ടാൻ ആശിച്ചു പോയി. രണ്ടുപേരുടെയും ശരീരം പരസ്പരം ലഭിക്കാൻ കൊതിച്ചുപോയി. പക്ഷേ രണ്ട് ഭൂഖണ്ഡങ്ങളിലാണ്. നിങ്ങളുടെ ഫോൺ താഴെ വെക്കുമ്പോഴേക്ക് രണ്ടുപേരുടെയും ബോഡി പരസ്പരം ലഭിക്കാൻ പ്രിപ്പയർ ആണ്. പക്ഷേ ആൾ അടുത്തില്ല. അപ്പോഴാണ് അപ്പുറത്ത് നിന്നൊരു വിളി വരുന്നത്. അതിൽ നിന്റെ ഭാര്യ വീണുപോയാൽ, അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് വേറൊരു പെണ്ണ് വിളിക്കുന്നത്. അതിൽ നിന്റെ ഭർത്താവ് വീണുപോയാൽ നിങ്ങളുടെ ഈ ഫോൺ കോൾ നിങ്ങളെ തെറ്റിലേക്കുള്ള കാരണമായില്ലേ? ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. ഭർത്താവ് ഫോൺ ചെയ്ത് അവളുടെ ശാരീരികമായ താല്പര്യങ്ങളെ ഉണർത്തിയിട്ട് ഫോണും വെച്ചിട്ട് അവൻ ചിലപ്പോൾ ഓഫീസിലേക്ക് പോകും. അപ്പോഴാണ് ഇവൾ ഒറ്റയ്ക്ക് മാത്രമുള്ള മാനം മുട്ടുന്ന കൊട്ടാരവും, ആരെയും വിളിച്ചു വരുത്താൻ പറ്റുന്ന ഫോണും, എവിടോട്ടും പാഞ്ഞു ചെല്ലാൻ പറ്റുന്ന കാറും, എപ്പോ വിളിച്ചാലും വരാൻ പറ്റുന്ന കുറെ ശൈത്താന്മാരുള്ള സാമൂഹിക ഘടന. ഇവിടെ നിങ്ങളുടെ ഭാര്യ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കാൻ ഒരു പ്രവാസിക്ക് കഴിയണം. ബഹുമാനമുള്ളവരെ, എൻ്റെ ഗൾഫിലുള്ള സുഹൃത്തുക്കളെ, അതുപോലെ കുടുംബക്കാരെ, നിങ്ങൾ ഗൾഫിൽ നയിക്കുന്നത് ഭാര്യ മക്കളെ സംരക്ഷിക്കാനാണ്, കുടുംബത്തെ സംരക്ഷിക്കാനാണ്, അതുപോലെ ദീനിനെ സംരക്ഷിക്കാനാണ്, ഉസ്താദന്മാർ സൗകര്യം ചെയ്തു കൊടുക്കാനാണ്, നമ്മുടെ പള്ളിയെ നന്നാക്കാനാണ്. മൊത്തം എല്ലാം കരുതിയും കൊണ്ടാണ് നിങ്ങൾ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഭാര്യമാരോട് സംസാരിക്കുന്നതിനെ പറ്റി ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദ് പഴയ പ്രസംഗമാണ്, പ്രഭാഷണമാണ്. പഴയതാകട്ടെ പുതുതാകട്ടെ ഏതാണെങ്കിലും നമ്മുടെ ദീൻ പഴയതല്ലേ, പുതിയ ദീൻ നമുക്കില്ലല്ലോ. അള്ളാഹുവിൻ്റെ ദീൻ, ഇസ്ലാം ദീൻ, എല്ലാത്തിനും അള്ളാഹുവിനെ വിളിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിനാണ് നമ്മൾ നമസ്കരിക്കുന്നത്, അള്ളാഹുവാണ് നമ്മളെ പടച്ചത്. ഇതെല്ലാം അറിഞ്ഞിട്ട് പോലും മുസ്ലിയാക്കന്മാർ പറയുന്നത് വേറെ രീതിയിലാണെങ്കിലും അത് നമ്മൾ എടുക്കേണ്ടതില്ല. നമ്മൾ അള്ളാഹു പടച്ചതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹുവിനെയാണ് എല്ലാം ചെയ്യേണ്ടത്. ഇബാദത്തും ദുആയും ചോദിക്കലും എല്ലാം, അതിൻ്റെ ഇടയ്ക്കുള്ളതെല്ലാം നമ്മൾ ചെയ്യുന്നത് അധികപ്പറ്റിയാണ്. അതേവരുടെ വരുമാനത്തിൻ്റെ ഭാഗമാണ്. പിന്നെ പ്രഭാഷണമോ, നല്ല പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ട് പഠിക്കണം. നമുക്ക് ആവശ്യമുള്ളത് കേൾക്കണം. ആവശ്യമില്ലാത്തതിനും എല്ലാത്തിനും മാഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യവുമില്ല. അതവരുടെ ഉത്തരവാദിത്വമാണ് നല്ലത് മാത്രം പറയാൻ. നല്ലത് മാത്രം പറയാനാണ് അവർക്ക് ഉത്തരവാദിത്വമുള്ളത്. ദീൻ പറഞ്ഞു കൊടുക്കണം, പഠിക്കാൻ വേണ്ടി പറയണം. എങ്കിലും ആരോപണം അത്ര ശരിയല്ല. നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഞാൻ പോലും ചിന്തിക്കുന്നുണ്ട്.
ഞാൻ ഗൾഫിലുമില്ല, നാട്ടിലാണ്. എങ്കിലും നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരം ആഗ്രഹിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആഗ്രഹിച്ചും കൊണ്ട്, ശരീരത്തിൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ വേറെ വിധത്തിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭാര്യ ഭർത്താവ് ഒന്നാകാൻ വേണ്ടി ഒരു ആണും പെണ്ണും, സ്ത്രീയും പുരുഷനും ഒന്നാകാൻ വേണ്ടി ആഗ്രഹിക്കുമെന്നാണ്, കൊതിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം. അത്ര കൊതിച്ചാൽ വേറെ ഏതെങ്കിലും കോൾ വന്നാൽ എൻ്റെ ഭാര്യ അങ്ങോട്ട് തിരിയുമെന്നാണ്, ആഗ്രഹിച്ച് വിളിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുകയല്ല, പറയുമ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ച് എപ്പോൾ പറഞ്ഞതാണെങ്കിലും ഇനി പറയുകയാണെങ്കിലും അദ്ദേഹം മാത്രമല്ല, നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത് ആ പറഞ്ഞതിനെ എഡിറ്റ് ചെയ്തോ അതല്ലെങ്കിൽ അതിന് ടെസ്റ്റ് ചെയ്തോ, ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് പോലും അതിനൊരു ടെസ്റ്റ് ചെയ്യാനും അതിനൊരു ആവർത്തിച്ച് കേട്ട് അതിൻ്റെ ശേഷമാണ് യൂട്യൂബിൽ ഇടേണ്ടത്. നമ്മളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം കേട്ടതിന് ശേഷം എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ തിരുത്തി എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇവർക്ക് അത്ര ഒരു ക്ഷമയില്ല. പണം പെട്ടെന്ന് ഉണ്ടാക്കണം. നമ്മൾ സാധാരണക്കാർ അവർക്ക് കൊടുത്തത് പോരാ. ഇനിയിപ്പോൾ ആ കമ്പനിയിൽ നിന്ന് വരുന്ന പണം വേണം, യൂട്യൂബ് കമ്പനിയിൽ നിന്ന് വരുന്ന പണം, അത് ആണ് അധികം ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും മൊബൈലാണ്. അവിടെ പ്രഭാഷണമുണ്ടെങ്കിൽ അവിടെ എല്ലാവരും ഡയറക്റ്റായി അവർ വീഡിയോ ചെയ്യും. അതിനെ നേരിട്ട് ഡയറക്റ്റായി അപ്ലോഡ് ചെയ്യും. അപ്പം തന്നെ അത് എല്ലാവരും കാണും. ഇവരുടെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉള്ളത് കൊണ്ട് ഇവരുടെ ഇതുണ്ടല്ലോ, ഇവരുടെ യൂട്യൂബ് ചാനൽ വളരെ പെട്ടെന്നാണ് വളർന്നത്. നമ്മുടെ ചാനൽ അങ്ങനെ വളരുകയില്ല സഹോദരന്മാരെ. നമ്മുടെ ചാനൽ വളർത്തുന്നുമില്ല, ആരോടും കെഞ്ചിക്കുന്നുമില്ല. ആ ഗ്രൂപ്പിലിട്ടോ ഈ ഗ്രൂപ്പിലിട്ടോ സെൻഡ് ചെയ്തോ ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് നമുക്ക് അറിഞ്ഞത് മാത്രമാണ് പറയുന്നത്. ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴാണ്, ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴാണ് വല്ലാത്ത ഒരു ബഹുമാനം കുറയുന്നത് പണ്ഡിതന്മാർക്ക്. ആലിമീങ്ങളാണ്, നമുക്ക് പറഞ്ഞു തരേണ്ടവരാണ്. പിന്നെ എനിക്ക് ഗൾഫിലുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നാണ് കരുതുന്നത്. മനസ്സിലായില്ലെങ്കിൽ കമൻ്റ് ഇടുക, ഞാൻ അതിനെ നല്ല വിശദീകരിച്ച് പറയാം. ഉസ്താദ് പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഉസ്താദ് പറഞ്ഞതിനെ ഞാൻ പ്രതികരിച്ചത് നിങ്ങൾക്ക് അത് ശരിയായിട്ടില്ലെങ്കിൽ, അത് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻ്റ് ഇട്ടാൽ ഞാൻ എന്നൊരു പ്രാവശ്യം എന്നൊരു വീഡിയോ ചെയ്യാനും തയ്യാറാണ്. അതുകൊണ്ട് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് കഴിയുന്നവർ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അദ്ദേഹം പറഞ്ഞ ആരോപണത്തിന് സപ്പോർട്ട് ചെയ്യുന്നതല്ല, നമ്മൾ ആഗ്രഹിക്കുന്നതും. നമ്മുടെ ഭാര്യമാർ ആഗ്രഹിച്ചാലോ എനിക്കും കൂടെ പോകണമെന്ന്, അതിൻ്റെ സൗകര്യമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ 6 മാസത്തിനോ വർഷത്തിലോ വന്നെത്തി നല്ല സന്തോഷത്തോടു കൂടെ കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ ഉള്ളവരുടെ ഭാര്യമാരെയോ ഉമ്മമാരെയോ പെങ്ങന്മാരെയോ ആരെയും ഏത് മജ്ലിസിലേക്ക് അയക്കരുത് സഹോദരന്മാരെ. ഏത് മന്ത്രവാദിയുടെ അടുക്കലേക്കും അയക്കരുത്. നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹുവിനോട് ദുആ ചോദിച്ചാൽ എല്ലാം ശരിയാകുന്നതാണ്. എല്ലാം ശരിയാകും. അള്ളാഹു നമുക്ക് എന്താണ് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിനെന്തെങ്കിലും മുടക്കമുണ്ടെങ്കിൽ അള്ളാഹുവാണ് ആ മുടക്കത്തിനെ എല്ലാം ഇല്ലാണ്ടാക്കി. നമ്മൾ എല്ലാ സമയത്തും ജോലി ചെയ്യുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുക, അല്ലാഹു അക്ബർ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, സ്വലാത്ത് പറയുക റസൂലുള്ളാഹിന്റെ പേരിൽ. ഇതെല്ലാം പറയുമ്പോഴാണ് നമ്മൾ ജോലി ചെയ്യുന്തോറും നമ്മൾ ഇത് ആവർത്തിച്ചു കൊണ്ടേ ഉണ്ടായാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊണ്ടു പോകുന്നത് നമുക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട്. എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എവിടെയും ആരോടും ഉപ്പാപ്പായോടും ചോദിക്കാൻ പോകാറില്ല. ഒരു കാലത്ത് പോയത് കൊണ്ടല്ലേ നമുക്ക് അനുഭവം. അപ്പോൾ എന്നെപ്പോലെ ആരും കൊടുക്കരുത് എന്നാണ്.
പോയാലും വിശ്വാസമില്ല, വെറുതെ പോവും, അവിടെ ദുആ ചെയ്യും. എല്ലാം നോക്കുമ്പോൾ എല്ലാം ശൂന്യമാണ് സഹോദരന്മാർ, എല്ലാം ശൂന്യമാണ്. ഇതെല്ലാം ഇവരുടെ ഒരു ജോലിയാണ്, അവരുടെ ഒരു ഇൻകമാണ്. അത് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ പെട്ടുപോകരുതേ. നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ ഉമ്മമാരെ, നമ്മുടെ ഭാര്യമാരെ എവിടെയും ഏത് മന്ത്രവാദിയുടെ അടുക്കലേക്കോ അതല്ലെങ്കിൽ മജ്ലിസ് നടക്കുന്നിടത്തേക്കോ എവിടെയും പോകരുതവർ. പോകാതെ നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടി ജീവിക്കുക. അതുപോലെ കഴിയുമെങ്കിൽ നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടു പോകാം. ഇത് നിരന്തരം അവിടെ ഇരുത്താൻ കഴിയില്ലെങ്കിലും നിങ്ങൾ ഒരു സമയത്താണെങ്കിലും ഒരു 6 മാസത്തിൻ്റെ ഒരു ടൈമിലാണെങ്കിലും നിങ്ങൾ ഒന്നിച്ച് അവിടെ ജീവിക്കാനും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർ കാണാനും എല്ലാം അവർക്കുള്ളതായിരിക്കുന്ന ആശ, കൊതി എന്നുള്ളതുണ്ടല്ലോ, അത് ആഗ്രഹം, അത് നിങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഒരുപാട് വർഷം അവിടെ ജോലി ചെയ്യുക, ഇങ്ങോട്ട് പണം അയക്കാം, ഇവർ ഇഷ്ടം വന്നിടത്തേക്കെല്ലാം പോകാം. അത് പാടില്ല. അത് ചെയ്യാതെ കഴിയുന്നത്ര രീതിയിൽ നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടി ജീവിക്കാനും കഴിയുന്നെങ്കിൽ നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ജീവിക്കാനും അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.